ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മളുടെ സെൽഫ് ഡെവലപ്മെന്റ് സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത്. 3 വരെയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് അത് കണ്ടതിന് ശേഷം ഈ 4ാമത്തെ എപ്പിസോഡ് കാണുക അല്ലെങ്കിൽ കേൾക്കുക. കാരണം ഞാൻ ഓരോ എപ്പിസോഡും എങ്ങനെ നിങ്ങളുടെ മൈൻഡിനെ ഇവോൾവ് ചെയ്ത് കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ എങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടോക്സിക് റിലേഷൻഷിപ്പ്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം. മേ ബി നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് നിങ്ങൾ തിരിച്ചറിയുക പോലും ചെയ്യുന്നുണ്ടാവില്ല. അതൊരു സ്നേഹമാണെന്നായിരിക്കും നിങ്ങളുടെ മിഥ്യാധാരണ. അതൊരു ലവ് റിലേഷൻഷിപ്പ് ആകണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ആവാം. ഇനി അതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ എന്നറിയാൻ വേണ്ടി ഞാൻ കുറച്ച് ലക്ഷണങ്ങൾ പറയാം. നിങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ചില വ്യക്തികൾക്ക് നിങ്ങൾ ലോങ് മെസ്സേജുകൾ അയക്കാറുണ്ടാവും. ബൾക്കായിട്ട് ഒരുപാട് മെസ്സേജുകൾ. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മെസ്സേജ് വായിക്കുമ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും നിങ്ങൾ ഈ മെസ്സേജുകൾ അയക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം ഉറക്കം പോലും ഇല്ലാതെ ചില ആളുകളെ കോൾ ചെയ്യുന്നുണ്ടാവും. അവർ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. പക്ഷെ പലപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർ അംഗീകരിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അതിന്റെ ഒരു മറുവശം അവർ കണ്ടുപിടിക്കും. നിങ്ങളെ തളർത്താനായി മൂർച്ചയേറിയ വാക്കുകൾ പ്രയോഗിക്കും. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കളയുന്ന കാര്യങ്ങൾ പറയും. നിങ്ങൾ ഒന്നുമല്ലാത്ത, തീരെ വാല്യൂ ഇല്ലാത്തൊരു വ്യക്തിയായിട്ട് നിങ്ങളെ ചിത്രീകരിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒരുപക്ഷെ അത് അവരുടെ ഫോൾട്ട് ആണെങ്കിലും നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. പലപ്പോഴും നിങ്ങൾക്കറിയാമായിരിക്കും നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന്. പക്ഷേ അവരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഓക്കെ പറയും. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ നോ പറയാനുള്ള ഒരു മടിയായിരിക്കും. നിങ്ങളിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം എപ്പോഴെങ്കിലും അവർ മനസ്സിലാക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവരെന്തെങ്കിലും മനസ്സിലാക്കി എടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും നിങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഒന്ന് മാറ്റി നോക്കൂ. നിങ്ങളുടെ വേ ഓഫ് ആക്ട് ഒന്ന് മാറ്റി നോക്കൂ. ഇത്തരം ആളുകൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം എന്താണെന്നറിയോ? അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങളിൽ നിന്നും റിയാക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതാണ് അവരുടെ എനർജി. അതായത് അവർ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ഹേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അത് അവർ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിൽ അവർ കോൾ ഡ്രോപ്പ് ചെയ്ത് പോകുന്നുണ്ടാവാം. മേ ബി നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു അർത്ഥം അവരതിനെ കൽപ്പിച്ചു നൽകിയിട്ടുണ്ടാവാം. നിസാര കാര്യങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടാവാം. എന്നിട്ട് അതെല്ലാം നിങ്ങളുടെ ഫോൾട്ട് ആണ് എന്ന് പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കുന്നുണ്ടാവാം. നിങ്ങളത് വിശ്വസിച്ച് വീണ്ടും അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചെല്ലുകയും അവരോട് മാപ്പ് പറയുകയും ചെയ്യുന്നത് അവർക്കൊരു എനർജിയാണ്. ആ എനർജി തന്നെയാണ് നിങ്ങളിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് കരുത്ത് നൽകുന്നത്. അവിടെയാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. ഇനി മുതൽ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്. ലോങ് പാരഗ്രാഫ് ഒന്നും നിങ്ങൾ ഇനി എഴുതി അയക്കരുത്. ഫ്രീക്വന്റ് ആയിട്ടുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് എക്സ്പ്ലനേഷൻ കൊടുത്ത് നിങ്ങളുടെ എനർജി മൊത്തം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ഭാഗം അവർക്ക് മുന്നിൽ അവതരിപ്പിക്കാനായി രാത്രി മുഴുവൻ ഉറക്കം കളഞ്ഞ് ഫോൺ വിളിച്ച് അവരെ ശല്യം ചെയ്യരുത്. സത്യം പറഞ്ഞ ഇതെല്ലാം തന്നെ അവർ ഒരു തരത്തിൽ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ലഹരിയാണിത്. നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിപ്ലൈ ചെയ്യുന്ന രീതി മാറ്റിയാൽ തന്നെ അവർ നിങ്ങളെ അന്വേഷിച്ചു വരും. ആ ഒരു സമയം അവർക്ക് തിരുത്തപ്പെടാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് വിലമതിക്കുന്ന ഒരാൾ ഒരിക്കലും നിങ്ങളുടെ ലോങ് പാരഗ്രാഫ് ഒന്നും വെയിറ്റ് ചെയ്തിരിക്കത്തില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ മടിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവരോട് സംസാരിക്കുന്ന ഓരോ തവണയും നിങ്ങളുടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ആവുന്നുണ്ടാവും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് കൺവിൻസ്ഡ് ആവില്ല. അവർക്ക് അവരുടെ ഭാഗങ്ങൾ മാത്രമായിരിക്കും എപ്പോഴും ശരി. എന്ത് കാര്യം സംഭവിച്ചാലും അത് നിങ്ങളുടെ ഫോൾട്ട് ആണ് എന്ന് അവർ നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും. നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടുന്ന നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പോസിറ്റിവിറ്റിയുമാണ്. ഇനി ഈ ഒരു രീതിയിൽ പ്രതികരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ ഒരു സമയം നിങ്ങൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങുക, നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും. നിങ്ങൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അവർ കൂടുതൽ റിപ്ലൈകൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇതൊന്ന് നിർത്തി നോക്കിയാൽ തന്നെ അവർ നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങളുടെ മനസ്സമാധാനത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതൊരു സെൽഫിഷ്നെസ് ആയിട്ട് കാണണ്ട. ഇതൊരു ബാറ്ററി സേവിങ് മോഡിലാണ് നിങ്ങളെന്ന് വിചാരിച്ചാൽ മതി.
ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് വീണ്ടും എനർജി കൊടുക്കാതിരിക്കുക. നിങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം അവർക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവരുടെ കൺട്രോളിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുന്നു എന്ന് കണ്ടാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ തേടി വരും. ആ സമയത്ത് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ആ ബന്ധവുമായി മുന്നോട്ട് പോകാം. അല്ലാത്ത പക്ഷം അവിടെ നിൽക്കരുത്, മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജുകൾക്കും കോളുകൾക്കും ഒക്കെ ആവശ്യത്തിനുള്ള മറുപടികൾ മാത്രം പറയുക. നിങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റം അവർ വളരെ പെട്ടെന്ന് മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരട്ടെ. ഇന്നത്തെ ദിവസം തൊട്ട് നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.